പറഞ്ഞത്. വിളിക്കാവളെ. രാധേ, മോളെ രാധേ. നിന്നെ ഇവരിവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണല്ലേ? അതിന്റെ പെട്ടി സാധനങ്ങളൊക്കെ എടുക്ക. പറഞ്ഞു കേട്ടില്ലേ? പോലീസാണ് പെണ്ണെ, എടുത്തോണ്ട് പോ. ആരോരും ഇല്ലാത്ത പാവപ്പെട്ട പെൺകുട്ടികളെ ബലാത്കാരമായി കൊണ്ടുവന്ന് നിർബന്ധിത വ്യഭിചാരം നടത്തുകയാണല്ലേ? അയ്യോ സാറേ, അങ്ങനെ ഒന്നുമില്ല. സാറോ? ഇതുപോലെ എത്ര പേരുണ്ട് ഇവിടെ? ചോദിച്ചേട്ടില്ലേ? സാറേ, ഇവളല്ലാതെ മറ്റാരും ഇല്ല. ഞാനും കൂടി വരുന്നു സാർ. പോണ്ടിരിക്ക പോവി. വരൂ. അവളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും അറിയാഞ്ഞാണ് എല്ലാം വലിച്ചെറിഞ്ഞ് ഞാൻ ഓടിയെത്തിയത്. സോമനോളെ മറന്നേക്ക്. നിനക്ക് നല്ല ഒരു ഉദ്യോഗമുണ്ട്, ആവശ്യം പോലെ പണമുണ്ട്. വേറെ ഒരു വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. ഞാൻ അവളെ തിരക്കി. ഒടുവിൽ ഇവിടെ ഉണ്ടെന്ന് ആരോ പറഞ്ഞു. കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. സോമൻ രാധയെ കാണാതിരിക്കുന്നതാണ് നല്ലത്. ഒന്നും ആ കുട്ടിയുടെ തെറ്റല്ല. പക്ഷേ ഇന്ന് രാധ അവൾ ഇന്നൊരു വേശ്യയാണ്. എന്ത് മകടാ? ഇല്ല, അവൾ ഒരിക്കലും അങ്ങനെ ആവില്ല. ഞാൻ അവളെ കണ്ടു. ഒരു വേശ്യാലേ രക്ഷപ്പെടുത്താൻ നോക്കി, നടന്നില്ല. എന്തായാലും എനിക്കിവളെ കാണണം, എനിക്കിവളെ കാണണം. എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. എന്റെ ഭർത്താവ് നിന്നോട് ഒരു ചതിയും ചെയ്തിട്ടില്ല. മീനാമ്മയുടെ അവിടുന്ന് നിന്നെ മാറ്റി നിർത്തണമെന്ന് ആ ഇൻസ്പെക്ടറാ പറഞ്ഞത്. ഇൻസ്പെക്ടർ പറഞ്ഞാലും മീനാമ്മ പറഞ്ഞാലും വിജിലൻസ് ആണെന്നും എന്നെ രക്ഷിക്കാനാണെന്നും ഭാവിച്ചു വന്നത് നിങ്ങളുടെ ഭർത്താവല്ലേ? വേണ്ടപ്പെട്ടവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വേഷം കെട്ടാതിരിക്കാൻ പറ്റുമോ? പിന്നെ ഇതിന്ന് രക്ഷപ്പെട്ടിട്ട് എങ്ങോട്ട് പോകാമെന്ന് നിന്റെ വിചാരം? ദൈവം വിചാരിച്ചാലും ഈ ജന്മം നമുക്ക് വേറെ രക്ഷയൊന്നുമില്ല രാധേ. ഒരിക്കൽ വഴിതെറ്റിയവൾ എന്നും പതിവ് തന്നെ. മരണത്തിന് ഇനി നമ്മെ രക്ഷിക്കാൻ കഴിയും. ആ ചേച്ചി, എനിക്ക് അവിടത്തേക്കാൾ ഇവിടെ വളരെ ഇഷ്ടപ്പെട്ടു. ഞാനിതാ കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ മാറിയിട്ടാ ചേച്ചി കാണാൻ വന്നത്. നീ മിടുക്കി, ജീവിക്കാനറിയാം. കുഞ്ഞേ, നീ ഇവിടെ കണ്ടു പഠിക്ക്. ഇവിടുന്ന് പോയാൽ നീ രക്ഷപ്പെടുമെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ പറ. നിന്നെ ഞാൻ പറഞ്ഞേക്കാം. നിർബന്ധിച്ചാരെയും ഞാനിവിടെ നിർത്താറില്ല. പക്ഷെ നീ ഒന്നോർക്കണം, ഒരിക്കൽ ചീത്തയായവൾ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ചീത്തയായവളാണ് എന്നത്തേക്കും. സ്വന്തം വീട്ടുകാരുടെ മുൻപിൽ പോലും അങ്ങനെയാ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം. എന്റെ പൊന്നു പീറ്ററെ, ഞാൻ പറയുന്ന വിശ്വസിക്കുക. അവളിവിടെ ഇല്ല. എന്റെ ഈശോയെ, ഓരോ പ്രാവശ്യം ജയിലിൽ നിന്ന് വരുമ്പോഴും ഓരോരുത്തരെ കാണാനില്ലല്ലോ. എന്റെ പൊന്നു മീനാമ്മേ, ഞാനിപ്പോ 10 പണം പിടിക്കാനുള്ള ഒരു കോളും കൊണ്ടാ വന്നിരിക്കുന്നത്. അവളുടെ ഒരു പഴയ കാമുകം വന്നിട്ടുണ്ട്. അതിനിപ്പോ ഞാനെന്തോ വേണം? അവളവളുടെ പാട്ടിന് പോയില്ലേ? ഞാൻ എന്തോ ചെയ്യും? പീറ്ററിനോട് ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? എന്നോട് കള്ളം പറയും. കടയിൽ തിരക്കാണോ വെച്ചാ അവളിപ്പോ എത്തും. സാറിനെ പോലെ നല്ലൊരു മനുഷ്യന് ഇങ്ങനൊരു ഗതി വന്നല്ലോ. അപ്പൊ ഇനി ജോലി തിരിച്ചിട്ടില്ലേ സാർ? ഇല്ല, കേസിന് വേണ്ടി എല്ലാം തൊലച്ച് മാത്രം മിച്ചം. ജോലി ഉണ്ടായിരുന്നപ്പോ സാർ എത്ര പേരെ സഹായിച്ചിട്ടുള്ള ആളാ. ഞാൻ മദ്രാശിക്ക് പോയത് തന്നെ സാറിന്റെ പണം കൊണ്ടല്ലേ. സാറിന്റെ കഥകൾ കേട്ടപ്പോ എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നുന്നു. സാർ വേണ്ട, എനിക്ക് സഹായധനം ഒന്നും വേണ്ട. ഞാനത് സ്വീകരിക്കുകയില്ല. സാർ അങ്ങനെ വിചാരിക്കരുത്. എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് സാർ. വേണ്ട, ഞാൻ വിളിപ്പിച്ച കാര്യം പറയാം. എന്റെ മൂത്ത മകള് ശാരദ SSLC പാസ്സായി വെറുതെ നിൽക്കുകയാണ്. ടൈപ്പ് റൈറ്റിംഗ് ലോവറും ഹയറും പാസ്സായിട്ടുണ്ട്. രാവിലെ വിചാരിച്ചാൽ സാർ അത് ഇല്ല, ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. അവൾക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഒരു സഹായമായേനെ. കാപ്പി.
ശാരദ മൂത്തവൻ. ഇളയ കുട്ടികളൊന്നും കണ്ടിട്ടില്ല സാർ. വടക്കേ വീട്ടിലെ പശുത്തൊഴുത്തിൽ ഇലക്ട്രിക് ലൈറ്റ് ഉണ്ട്. അവിടെ ചെന്നിരുന്ന് പഠിക്കുക. സാർ ഞാൻ കാര്യം ചെയ്യാം. ഞാനും ഭാര്യയും മറ്റന്നാ തിരിച്ചു പോകും. ശാരദയെ കൂടി ഞങ്ങളും കൊണ്ടുപോയിക്കോളാം. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അവൾക്കൊരു ജോലി കിട്ടിയ ഈ വീട്ടിൽ ഒരു നേരത്തെ പട്ടിണിയെങ്കിലും മാറും. മറ്റന്നാ രാവിലെ പുറപ്പെടാൻ തയ്യാറായിരുന്നുള്ളൂ ശാരദ. ചേച്ചി മാറിപ്പോ മാറിപ്പോ. ചേച്ചി നാട്ടിൽ പോയിട്ട് ഞങ്ങൾക്ക് എന്താ കൊണ്ടുവന്നത്? നിനക്കൊക്കെ പറ്റിയ ഓരോ ഭർത്താക്കന്മാരെ കൊണ്ടുവന്നു. അതിന് ഞങ്ങൾക്കിവിടെ കഞ്ഞമില്ലല്ലോ. എടേ നിന്റെ ഡിസ്മിസലിന് സമയമായി. നിക്കറിന് 5 രൂപ കട്ട്. ഏതാ ചേച്ചി കുട്ടി? നാട്ടിലുള്ളതാ, ശാരദ. ചേട്ടന് വേണ്ടപ്പെട്ട പെണ്ണാണ്. ആ ബെറ്റി, ശാരദ നിന്റെ കൂടെ താമസിക്കും. വിളിച്ചോണ്ട് പോ. വരൂ ശാരദ. പുതിയ ഇറക്കുമതിയാണല്ലോ. ABCD യോട്ട് പഠിപ്പിക്കേണ്ടി വരുമെന്നാ തോന്നണേ. എന്തായാലും വന്നു പാടെ വല്ലതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാതെ അവരോരോ മുറി പോ. എന്നെ എന്റെ വീട്ടിലേക്ക് അയച്ചാ മതി. ശരി പൊയ്ക്കോളൂ. ശരി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാ മതിയോ? ഇവിടെ നിന്നൊക്കെ പോയി നാട്ടിൽ പാട്ടാക്കിയാലേ നമ്മുടെ മാനമാ പോകുന്നത്. നിന്റെ വീട്ടിലെ ദാരിദ്ര്യം കണ്ടിട്ടാ ഞങ്ങളെ മണ്ടത്തരം കാണിച്ചത്. നീ കുറച്ചുകൂടെ ബുദ്ധിമതിയായിരിക്കും ഞാൻ വിചാരിച്ചു. മാനം വിറ്റ് ജീവിക്കുന്നതാണോ ബുദ്ധി? അതെ, മാനമല്ല, വേണ്ടി വന്നാൽ എന്തും വിൽക്കണം. പക്ഷെ അത് നല്ല വിലയ്ക്ക് വിൽക്കുന്നതിലാണ് സാമർഥ്യം. നിലയുമുള്ള പല മാന്യന്മാരുടെ ഭാര്യമാരും ഇവിടെ വന്നു പോകുന്നത് നിനക്കറിയാവോ? ഭാര്യമാരെ ഉപയോഗിച്ച് സ്ഥലമാറ്റം, പ്രമോഷൻ ഇതൊക്കെ നേടിയെടുത്ത വലിയ വലിയ അങ്ങട്ടമാരെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. അങ്ങനെ ബുദ്ധിയുള്ളവർ ഓരോന്ന് നേടും. എടീ, നിനക്കറിയാമോ, മന്ത്രിമാര് വരെ വിചാരിച്ച് നടക്കാത്ത കാര്യം ഇദ്ദേഹം ഒന്ന് ഫോൺ എടുത്ത് കറക്കിയാൽ അപ്പൊ നടന്നിരിക്കും. എന്തായാലും ഞാനില്ല. ഞാനായിട്ട് നിന്നെ നിർബന്ധിച്ച് ചീത്തയാക്കുന്നില്ല. ഈ നാട്ടിൽ പെമ്പിള്ളേരെ കിട്ടാനാണോ പഞ്ഞ? എനിക്ക് നീ ആയാലെന്ത്, ഇന്നൊരുത്തി ആയാലെന്ത്, എനിക്ക് വേണ്ട എന്റെ കമ്മീഷൻ മാത്രം. ഇവിടെ വന്നിട്ടുള്ള ഒരു പെൺകുട്ടികൾക്ക് ഒരു ആപത്തും സംഭവിച്ചിട്ടില്ല. അതിനുള്ള കപ്പാസിറ്റി, ഇൻഫ്ലുവൻസ് ഒക്കെ എനിക്കുണ്ട്. ഇവിടുന്ന് പണം ഉണ്ടാക്കി പോയി വിവാഹം ചെയ്ത് ജീവിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് അറിയാമോ? കുളിച്ചു കയറണമെന്നാണ് ചൊല്ല്. ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് ഇനിയൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. രാവണിച്ചേട്ട ഇതാണ് പണിയെന്ന് നാട്ടിൽ ആർക്കും അറിയില്ല. അതാണ് മിടുക്ക്. നാളെ നീ എവിടെ ആരായിരുന്നെന്ന് നാട്ടുകാരറിയില്ല. അതുകൊണ്ട് തെറ്റില്ലാതാവുമോ? പണ്ട് ഞാനും നിന്നെപ്പോലെ ഇതൊക്കെ ആലോചിച്ചവളാണ്. ഒരു വേശ്യയുടെ ജീവിതം ഒരിക്കലും ആനന്ദകരമായി ഒന്നല്ല. മറ്റുള്ളവരുടെ വെറുപ്പും പുച്ഛവും സാരമില്ല. പക്ഷേ നമ്മുടെ ഇടപാടുകാർ കാണിക്കുന്ന ക്രൂരത തന്നെ ചിലപ്പോൾ ദുസ്സഹമാണ്.